ഇനിയൊരു ഓർമ്മയുണ്ടോ മോനെ? അതെന്ന് പറയുന്നത് ഇപ്പം മോൻ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുന്നത് നാളെ ഉത്രാടം തിരുവോണമാണ്. പക്ഷെ നമുക്ക് ഉത്രാടം എന്ന് പറയുന്നത് ഒന്നും നമുക്കില്ല. തിരുവോണമാണ് നമ്മുടെ ഓണം. അപ്പൊ അന്നേ ദിവസത്തേക്ക് തുണി എടുക്കാനായിട്ട് ഒരു 3-4 മാസം മുമ്പേ പ്ലാനാ. അമ്മേ അച്ഛാ ഞങ്ങൾക്ക് അങ്ങനത്തെ പാവാട വെച്ചാൽ നമ്മളങ്ങനെ ഇട്ടിട്ടില്ല. മറ്റുള്ള പിള്ളേരൊക്കെ ഇട്ട് കാണുന്ന കണ്ടപ്പോൾ അതേപോലത്തെ ഒരു പാവാട മേടിച്ച് തരുമോ എന്നുള്ള ഈ ചോദ്യമാണ് ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് മേടിച്ചു തന്നെന്ന്. പക്ഷെ മക്കളെ പൈസ കിട്ടട്ടെ അവസാനം കിട്ടി വരുമ്പോ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി, അതായത് കടയിൽ ചെന്നിട്ട് എന്നുവെച്ചാൽ ഞങ്ങള് മാത്രമല്ലല്ലോ, ഞങ്ങൾ കുടുംബം മൊത്തം ഉണ്ടല്ലോ, എല്ലാവർക്കും മേടിക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും മേടിക്കാൻ ഒരു കുഞ്ഞ് ആഗ്രഹിച്ച ആ തുണി മേടിച്ചു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒപ്പം മേടിക്കണമല്ലോ. പക്ഷെ എനിക്ക് ഇപ്പോഴാട്ടോ അതൊക്കെ എന്റെ തലയിൽ കയറി. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേഴ്സൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഇട്ടോണ്ട് പോയി ആഞ്ഞൊന്ന് തുമ്മിയ പൊട്ടിപ്പോകുന്ന സൈസുള്ള ഇന്നേഴ്സാണ് ഞങ്ങൾക്ക് മേടിച്ചതെന്ന് വെച്ചാൽ അതേ ഉള്ളൂ നിവർത്തി. അല്ലാതെ വേറെ നിവർത്തിയില്ല. നല്ലതൊക്കെ ഞങ്ങൾ മറ്റുള്ളവർ ഇട്ട് കണ്ടിട്ടേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾക്ക് കൂടുതലൊന്നും വാങ്ങി തന്നിട്ടില്ല. അപ്പം ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ കടകളിൽ ചെന്നാലും അപ്പം അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നറിയാവോ, നല്ല കടയിലൊന്നും കൊണ്ടുപോകില്ല മക്കളെ. ഒത്തിരി വില കൂടിയ കടകളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ തുണി വേണ്ടേ മേടിക്കാൻ. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു നടരാജന്റെ കടയിൽ നിന്നും പണ്ടത്തെ ചെട്ടിയാരുടെ കടയിൽ നിന്നൊക്കെയാ പറയുന്നത്. ആ ചെട്ടിയുടെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ചെട്ടി തുണികളാണ് കൂടുതൽ കിട്ടുന്നത്. അതാണെങ്കിൽ അവരുടെ മനസ്സിന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുമല്ല, അവരുടെ മനസ്സിന്റെ അതായത് പൈസക്ക് മൂല്യം എന്തോരം ഉണ്ടോ ആ കയ്യിലുള്ള പൈസക്കുള്ള തുണി മാത്രം അവര് മേടിക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരുപോലെ മേടിച്ചും തരും അല്ലേ? അപ്പൊ എല്ലാവർക്കും മേടിക്കും, പൈസയൊക്കെ തുണിയൊക്കെ മേടിച്ചു തരും. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ തുണി ഇന്നത്തെ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ പറയാനൊന്നുമില്ല. അങ്ങനെ ആരും തുണി മേടിക്കുന്നവരില്ല അങ്ങനത്തെ തുണി. പക്ഷെ അതും ഒരു സന്തോഷമായിരുന്നു മക്കളെ. അത് സന്തോഷം തന്നെ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു എന്നുവെച്ചാൽ കൈ നിറയെ കൊണ്ട് തരുവാണ്. ഇങ്ങനെ ഇന്നാ മക്കളെ ഓണക്കോടി, ആ ഓണക്കോടി തരുന്നതുണ്ടല്ലോ അത്തം ഇട്ട് ഞങ്ങള് എന്നുവെച്ചാൽ 10 ദിവസം എത്ര ഗതിയില്ല പോടി അടന്ന് അവിടെ ഇവിടെയൊക്കെ പറിച്ചല്ലേ പൂവൊക്കെ. ഞാൻ 10-15 വീട് ഞങ്ങളുടെ വീട് ചുറ്റും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞിക്കില്ലേലും ഉണ്ടല്ലോ ഈ 10 വീട്ടില് ഞങ്ങൾ അത്തം ഇടും. ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരത്തിനുള്ളിൽ പോയി പൂവൊക്കെ പറിച്ച് സ്കൂൾ വിട്ട് വന്നാലും പൂവൊക്കെ പറിച്ചോണ്ട് ഇപ്പൊ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കും പൂവ്. കടയിൽ നിന്ന് മേടിക്കും. തെണ്ടി നടക്കും പൂവിന്. ഓരോ വീടുകളിൽ കൂടെ ചെന്ന് പൂ പറിച്ച് കൊണ്ടുവന്ന് അത്തം ഇടും. ചാണകം മെഴുകി ഒരു ഉണ്ട കോളാമ്പി വെച്ച് എന്നിട്ട് ചോദിക്കടി നീ ഇട്ടോടി എന്ന് ചോദിച്ചാൽ എല്ലാ വീട്ടിൽ കൂടെ ഓടി നടക്കും. അതൊക്കെ ഒരു സ്നേഹമായിരുന്നു മക്കളെ. അത് ചിന്തിക്കാൻ കൂടെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് 10-10 അന്ന്